yz. W is equal to xy plus yz. Y is equal to sin x. Y is equal to sin x and z is equal to e raised to x. Z is equal to e raised to x. Find dw by dx. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ മക്കളെ? W is a function of x, y, z. അപ്പൊ ഇതിന്റെ ഡയഗ്രാം തന്നെ ഞാൻ വരച്ച് തന്നിരുന്നു. ഫസ്റ്റ് നമ്മൾ ഏതാണോ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് അത് ആദ്യം നോട്ട് ചെയ്യാം. W is a function of x, y and z. തന്നിരിക്കുന്ന ടേമിൽ നിന്ന് തന്നെ കിട്ടും ഏതൊക്കെ വേരിയബിളിന്റെ ഫംഗ്ഷൻ ആണെന്നുള്ളത്. സോ x, y, z. ഓക്കെ, ഇനി ചെയ്യേണ്ടത് x is a function of x is equal to എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യും. ഒരു ഇക്വേഷൻസും തന്നിട്ടില്ലേ. സോ അടുത്ത വേരിയബിൾ നോട്ട് ചെയ്യും. y is equal to ആർക്കും കേൾക്കണില്ലേ മക്കളെ? കേൾക്കാവോ പറയുന്നത്? ഓക്കെ, y is equal to sin x എന്ന് തന്നിട്ടുണ്ട്. സോ y is a function of x. So y is a function of x. Also z is equal to e raised to x. Therefore z also a function of x. അല്ലേ? ഇങ്ങനെ തന്നിട്ടുണ്ട് എങ്കിൽ dw by dx ന്റെ ഫോർമുല ഒന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? dw by dx. x ലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ നോക്കി മൂന്ന് വേസ് ഉണ്ട്. 1, 2 and 3 അല്ലേ? ഇപ്പൊ 3 വേസ്. സോ മൂന്ന് ടേംസ് നമ്മുടെ dw by dx ഉണ്ടാവണം. ആർക്കെങ്കിലും പറയാമോ ഫോർമുല dw by dx എന്താന്നുള്ളത്? എനിവൺ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. മാം. യെസ്. ഹലോ. യെസ് ഷെഹിൻ. dw by dx equal to dy by dw by പറഞ്ഞോ. dw by dx is equal to dy by dx dy by സ്റ്റാർട്ടിംഗ് നോക്കി dw ലാണ്. dw by ഡോ എന്ന് എടുക്കാം. ഡോ w by 2x then പ്ലസ് ഇവിടെ ഒരൊറ്റ ടേമേ ഉള്ളോട്ടോ, അതുകൊണ്ടാണ് ഡോ w by ഡോ x മാത്രമേ ഉള്ളൂ. പ്ലസ് നെക്സ്റ്റ് ടേം ഷെഹിൻ ഡോ w by ഡോ y. ഡോ w by ഡോ w by ഡോ y. ഡോ w by ഡോ y into ഡോ w by ഡോ x. അല്ല, ഡോ y by ഡോ x. ഓക്കേ, ഡോ y by ഡോ x. ഡോ y by ഡോ x പ്ലസ് നെക്സ്റ്റ് ഡോ w by ഡോ z into ഡോ z by ഡോ x. ഓക്കേ ഓക്കേ ശരി. ഓക്കേ, ഡോ w by ഡോ x ഇവിടെ ഒരൊറ്റ ടേം എഴുതിയിട്ടുള്ളൂ. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു. ഡോ w by ഡോ x മാത്രമേ ഇവിടെ എഴുതാനുള്ളൂ. അതിന് വേറെ ഒന്നും വന്നിട്ടില്ല. ഓക്കേ, നെക്സ്റ്റ് ഡോ w by ഡോ y into ഡോ y by ഡോ x plus ഡോ w by ഡോ z into ഡോ z by ഡോ x. Okay. ഡോ w by ഡോ z into ഡോ z by ഡോ x. അപ്പൊ ഫോർമുല നമ്മൾക്ക് കിട്ടി. എല്ലാവരും ഫോർമുല എഴുതുക. നീ ഓരോ ടേംസ് ആയിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. ഫസ്റ്റ് ഫൈൻഡ് ഡോ w by ഡോ x, ഡോ w by ഡോ y, ഡോ w by ഡോ z. ആ മൂന്ന് ടേംസ് w എന്നുള്ളതിൽ നിന്ന് ആദ്യം കണ്ടുപിടിക്കുന്നത് ആ മൂന്ന് ടേംസ് ആണ് കേട്ടോ. So first find dou w by dou x, then dou w by dou y and dou w by dou z. അതിനുശേഷം നമുക്ക് ഈ രണ്ട് ടേംസ് കണ്ടുപിടിക്കാം. എല്ലാവരും അതൊന്ന് കണ്ടുപിടിച്ച് ഫൈനൽ ആൻസർ എന്താ കിട്ടുന്നതെന്ന് പറയണം കേട്ടോ. ഓരോ ഡെറിവേറ്റീവ്സും കണ്ടുപിടിക്കും.
ഓക്കെ, ഹരിയുടെ ആൻസർ കറക്റ്റാ. പ്രണയ, 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 റെസ്പോണ്ട് ചെയ്യാത്തവർക്ക് ആൻസർ ചെയ്തേ. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താ കിട്ടിയ? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആരെങ്കിലും ആൻസർ പറഞ്ഞു. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡബ്ല്യു എന്നുള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുന്ന വാല്യൂ? ആരെങ്കിലും ഒന്ന് പറയാട്ടോ. വൈ? ഓക്കെ, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈയില് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം ആൻസർ. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ വളരെ കുറവാണ്. എക്സ് പ്ലസ് സെഡ്, എക്സ് പ്ലസ് സെഡ്, then ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് വൈ. ഓക്കെ, then ഡോ വൈ ബൈ ഡോ എക്സ് ആൻഡ് ഡോ സെഡ് ബൈ ഡോ എക്സ്. ഈ രണ്ട് ടേംസ് കൂടി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട് അല്ലെ. ഡോ വൈ ബൈ ഡോ എക്സ് എന്താ കിട്ടിയ വാല്യൂ? വൈ എന്നുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക? ഡോ വൈ ബൈ ഡോ എക്സ് cos x. Okay, very good. Dou z by dou x, dou z by dou x e raised to x. ഇത്രയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്ത് ഇതുകൊണ്ട് യാതൊരു കാര്യം ഇല്ല കേട്ടോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെറിയ കാര്യമാണെങ്കിലും ഞങ്ങൾ ബില്ലിംഗ് ആണ് പഠിപ്പിച്ചു തരാം. എല്ലാ സാറുമാരും ടീച്ചേഴ്സ്മാരും എല്ലാവരും റെഡിയാണ്. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ എക്സാമിന്റെ കാര്യത്തിൽ തന്നെ കഴിഞ്ഞവരത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്കൊരു ക്ലാസ് ടെസ്റ്റ് ഇട്ടത് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, അല്ലെങ്കിൽ മനസ്സിലാവാത്ത വല്ല ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് വീണ്ടും ക്ലാസ് എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരീക്ഷ ഇട്ടത്. പക്ഷെ നിങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് എല്ലാം അറിയാം, ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള എക്സ്ട്രാ ക്ലാസ്സും ആവശ്യമില്ല, ഒന്നും വേണ്ട എന്ന രീതിയിലാണ് എല്ലാവരും പരീക്ഷ ചെയ്തത്. ഹലോ മാം. യെസ് ശരിയാണ്. ഡബ്ല്യു ബൈ ഡോ സെഡ് അവിടെ ഈക്വൽ അവിടെ എക്സ് വരില്ലേ? എക്സ് കോൺസ്റ്റന്റ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്, ഡോ സെഡ് വൈ അല്ലേ?
ഏതാ ഷെഹിൻ ഡൗട്ട്? ഒന്നുകൂടി പറഞ്ഞേ. ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്. നോക്കാം. ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു സെഡിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലെ? നമ്മള് ഗ്രാഫ് വരച്ചതിൽ ഓർത്തോളാം, എക്സും വൈയും സെഡും മൂന്നും എങ്ങനത്തെ വേരിയബിളാ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് എക്സ്, വൈ ആൻഡ് സെഡ് കേട്ടോ. ഇതിൽ ഡിപെൻഡന്റ് വരുന്നുണ്ട്, അത് വേറെ കാര്യം, നോക്കണ്ട. വിത്ത് റെസ്പെക്ട് ടു സെഡില് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആൻഡ് വൈ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ചില പ്രോബ്ലത്തിൽ നേരെ തിരിച്ചാ വരും. സെഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് വരും. സോ സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കേസിൽ അവിടെ ഡോ സെഡ് ബൈ ഡോ വൈ എഴുതണം, ഡോ സെഡ് ബൈ ഡോ എക്സ് എഴുതണം. അത് വേറെ കേസാണ്. സെഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ വരുന്ന കേസിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. ഇവിടെ ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ചെയ്യുമ്പോൾ എക്സ് ആൻഡ് വൈ ആർ കോൺസ്റ്റന്റ്സ്. ഓക്കെ, സോ എക്സ് വൈ കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 പ്ലസ് അടുത്തത് വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. സോ y മാറ്റിയിട്ട് സെഡിന്റെ ഡെറിവേറ്റീവ് 1 ആണ് വരുന്നത്. അങ്ങനെയാണ് ആൻസർ എന്ത് കിട്ടുന്നത്? y എന്ന് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡിൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എക്സ് വൈ സെഡ് ആർ വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു ചെയ്യുന്ന കേസിൽ അവിടെ മൂന്നും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ എക്സിൽ ചെയ്യുമ്പോൾ വൈയും സെഡും കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നേരെ തിരിച്ച് അതേപോലെ സെഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആൻഡ് വൈ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. പക്ഷെ ഇന്നലെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ഹോംവർക്ക് ക്വസ്റ്റ്യനിൽ. അവിടെ സെഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. ആ കേസിൽ നേരെ തിരിച്ചു ചെയ്യാം. അത് മനസ്സിലാക്കി തന്നെ പഠിക്കണം കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്താൽ മാത്രമേ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് മനസ്സിലാവൂ. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സിന്റെ ഫോർമുല തന്നിരുന്നു, അതിൽ എല്ലാ ടേംസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനൽ ആൻസർ ഇൻ ടേംസ് ഓഫ് എല്ലാം എക്സിൽ തന്നെ കിട്ടുക. നോ നീഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഒരു സ്റ്റെപ്പിൽ തന്നെ കിട്ടും. ഓക്കെ, മക്കളെ ഇനിയുള്ള എക്സാമിനൊന്നും ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒരു എക്സാമിന് ഇപ്പൊ ക്ലാസ് ടെസ്റ്റ് ആയിക്കോട്ടെ, വേറെ ഏത് എക്സാമിനാണേലും ശരി, അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കോപ്പി ചെയ്തൊന്നും എഴുതരുത്. അവരവർക്ക് അറിയാവുന്നത് മാത്രം എഴുതി വെക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു, മറ്റെല്ലാവരും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ എല്ലാത്തിനും എക്സ്ക്യൂസ് നമ്മൾ തരാറുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്സ് എക്സാം വെക്കുകയും ചെയ്തു അല്ലെ? ഇതേപോലെ ഏത് സാർമാരാണ് നിങ്ങൾക്ക് ആവശ്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു കെമിസ്ട്രി ഉണ്ടായിരുന്നു, ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എക്സാം ഞാൻ മാറ്റി തന്നു. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തു തന്നത്. പക്ഷെ കോപ്പി ചെയ്യാനായിരുന്നെങ്കിൽ ഞാൻ മാറ്റില്ലായിരുന്നു. പിന്നെ ഒരിക്കലും ഒരു ക്ലാസ്സിൽ ഇതുപോലെ ചെയ്യരുത്. അസൈൻമെന്റ് ആണെങ്കിലും മക്കള് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഡൗട്ട് ചോദിച്ച് പറഞ്ഞു തരില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ സീനിയേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അസൈൻമെന്റ്, അവർക്ക് കിട്ടിയിട്ടില്ല. എല്ലാം ഞാൻ തന്നെ അവസാനം ചെയ്തു കൊടുക്കേണ്ടി വന്നു. പക്ഷെ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരു പ്രോബ്ലം അവർ ചെയ്യും എന്നിട്ട് കാണിച്ചു തരും. അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ അസൈൻമെന്റ് ഇപ്പൊ അവസാനം ഞാൻ തന്നെ എല്ലാം ചെയ്തു കൊടുത്ത പോലെ. കുഴപ്പമില്ല, പക്ഷെ അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരും. പക്ഷെ നിങ്ങൾ ഈ ചെയ്തത് എല്ലാവർക്കും വല്ലാത്ത വിഷമമായിട്ടുണ്ട്. അപ്പൊ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ സ്റ്റാഫ്സിനും HODയുടെ കയ്യിൽ വരെ എത്തിയിട്ടുണ്ട് ഈ കാര്യം. നിങ്ങളുടെ അറ്റൻഡൻസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചില പ്രോബ്ലംസ് ഒക്കെ വരുന്ന കേസിൽ അറ്റൻഡൻസ് ഒക്കെ നിങ്ങൾക്ക് തരാറുണ്ട്. ഇനി ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ അറ്റൻഡൻസിന്റെ കാര്യമൊന്നും പിന്നെ കിട്ടില്ല കേട്ടോ. അവരെടുക്കുന്ന അറ്റൻഡൻസ് തന്നെ എടുക്കും. കുറെ പേർക്ക് അറിയാം അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് അവരുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയാറുണ്ട്, അവർ ചിലപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും സാർ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അറ്റൻഡൻസ് ഞാൻ മേടിച്ച് തരാറുള്ളത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുപോലെയുള്ള ബിഹേവിയേഴ്സ് വരികയാണെങ്കിൽ പിന്നെ അങ്ങനെ ആ പറയുന്നതൊന്നും കിട്ടില്ല കേട്ടോ. അതേപോലെ എല്ലാവരും 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ്സിൽ എൻട്രി ചെയ്യുന്നത്, അതൊക്കെ എക്സ്ക്യൂസ് തരാറുണ്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം എന്നും പറഞ്ഞിട്ട്. ഇനി മക്കളുടെ ഭാഗത്ത് ഇനി അങ്ങനെ ഒരെണ്ണം ഒരു കാര്യം കേൾക്കരുത് കേട്ടോ. ഒരു ടീച്ചേഴ്സിന്റെ നിന്ന് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞിട്ട് ഇനി ഒരിക്കലും ഓക്കെ. ഇപ്പൊ ഇനി എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കുക. പരീക്ഷയാണെങ്കിൽ സ്വയം എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾ എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Suppose that W is equal to x square plus y square
മിസ്സേ, യെസ് അനിരുദ്ധ്. ഹലോ മിസ്. നേരത്തെ ചോദ്യത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് പറഞ്ഞുതരുമോ? ഇപ്പൊ ഫോർമുലയിൽ നമ്മൾ കൊടുക്കുന്നത് ശരിപ്പോളാം. അവിടെ ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് ആൻസേഴ്സ് വരുന്നത് എഴുതാമെന്നാണ്. അതെങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, കാരണം മുന്നത്തെ ക്വസ്റ്റ്യൻസിലെല്ലാം തന്നെ നമ്മൾ എക്സ് വരുന്നിടത്ത് യു വിയില് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇവിടെ ഒരു ആവശ്യമില്ല, നമുക്ക് കിട്ടുന്ന വാല്യൂസ് എടുത്ത് തന്നെ എഴുതാൻ മാത്രമേ വേണ്ടൂ. വേണേലും ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മാറ്റി എഴുതി വെക്കാം കേട്ടോ. ആ സെക്കൻഡ് വരുന്നുണ്ട് അല്ലെ, എഴുതി തരാം കേട്ടോ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി എഴുതി. y plus x plus z into cos x plus y e raised to x. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ. ശരിയാണ്, ഇങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുക. പക്ഷെ ഞാൻ പറഞ്ഞു ഫൈനൽ ആൻസർ എല്ലാം തന്നെ y is a function of x, z is also a function of x എന്ന് നമുക്ക് അറിയാം. സോ ഫൈനൽ ആൻസർ എല്ലാം തന്നെയും എക്സിൽ വേണം നമുക്ക് കിട്ടാൻ. രണ്ട് വേരിയബിൾസ് y എക്സിനോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വേരിയബിൾസ് യു വി ഒക്കെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഫൈനൽ ആൻസർ എല്ലാം തന്നെ യുവിലാണെങ്കിലും ഞങ്ങളുടെ ആൻസർ എന്തിൽ വരാം, യു ആൻഡ് വിയിൽ വരാം. ആ ലാസ്റ്റ് വരുന്ന വേരിയബിൾസ് ഏതാണെന്ന് നോട്ട് ചെയ്യും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും ലാസ്റ്റ് വരുന്ന വേരിയബിൾസ് ഏതാണ്, അതിൽ വേണം നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടാൻ. സോ ഇവിടെ ഞാൻ ആ ഗ്രാഫ് വരച്ച് കാണിച്ചാൽ നിങ്ങൾക്കറിയാം എല്ലാത്തിന്റെയും എക്സ് വൈ സെഡിന്റെ എല്ലാത്തിന്റെയും ലാസ്റ്റ് വരുന്ന വേരിയബിൾസ് എല്ലാം എക്സ് ആണ്. നമ്മുടെ ഫൈനൽ ആൻസർ എല്ലാം തന്നെ ഇൻ ടേംസ് ഓഫ് എക്സിൽ വേണം കിട്ടാൻ. സോ y മാറ്റി എഴുതാം. വൈക്ക് പകരം എന്ത് കൊടുക്കാം, സൈൻ എക്സ് ഉണ്ട്, സൈൻ എക്സ് പ്ലസ് എക്സ് പ്ലസ് അഗൈൻ സെഡ് മാറ്റി എഴുതാം, ഇൻറ്റു കോസ് എക്സ് പ്ലസ് y എന്താ സൈൻ എക്സ് ഇ റേസ് ടു എക്സ്. ഓക്കെ, അതാണ് ഫൈനൽ ആൻസർ. വേണേൽ ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഈ സൈൻ എക്സ് ഇ റേസ് ടു എക്സ് എന്ന് എപ്പോഴും എഴുതാറില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇ റേസ് ടു എക്സ് വേണം ആദ്യം എഴുതാൻ. ഓക്കെ, അങ്ങനത്തെ ചെറിയൊരു മാറ്റം മാത്രം ഇവിടെ വരുത്തുണ്ട് കേട്ടോ, ബാക്കി ഒന്നും കുഴപ്പമില്ല. ഇതോടുകൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി ഉണ്ട് കേട്ടോ. എപ്പോഴും നമ്മുടെ ഡി ഡബ്ല്യു ബൈ ഡി എക്സിൽ എല്ലാ കാര്യങ്ങളും എഴുതി സ്റ്റോപ്പ് ചെയ്യരുത്. ഏറ്റവും ലാസ്റ്റ് വരുന്ന വേരിയബിൾസ് ഏതാണെന്ന് നോട്ട് ചെയ്ത് ആ വേരിയബിൾസിൽ വേണം നമ്മുടെ ഫൈനൽ ആൻസർ എഴുതേണ്ടത്. മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് അറിയാം യു ആൻഡ് വി ആയിരുന്നു. സോ ഫൈനൽ ആൻസേഴ്സ് എല്ലാം തന്നെ ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വിയിൽ എഴുതിയിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സപ്പോസ് ദാറ്റ് w is equal to x square plus y square minus z square. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആക്കാം. കുറെ ചെയ്തതൊക്കെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. ഇത് നോട്ട് ചെയ്തോളാം, 2-3 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി ലെങ്തി ആയിട്ടൊക്കെ തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആട്ടോ. കുറച്ച് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഡിഫറൻസിയേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കും. ആൻഡ് x is equal to rho sin phi cos theta. Sin phi cos theta. എല്ലാവരും എഴുതണം കേട്ടോ, ക്വസ്റ്റ്യൻ എഴുതി എടുത്തോളൂ. y is equal to rho sin phi sin theta. Y is equal to rho sin phi sin theta. Z is equal to rho cos phi. പൈയും തീറ്റി മാറിപ്പോകരുത് കേട്ടോ, ശ്രദ്ധിച്ച് എഴുതിക്കോളണേ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സോറി, w is equal to x square plus y square minus z square കൂടി ഉണ്ട് കേട്ടോ. മക്കളെ ശ്രദ്ധിക്കണേ, ഇത് ഇനി പോകണ്ട. w എന്നുള്ളതിൽ z കൂടി ഉണ്ട് കേട്ടോ. w എന്നുള്ള ടേമിൽ വീഡിയോ ലാഗ് ആവുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിക്കോളൂ. x square plus w is equal to x square plus y square minus z square. x is equal to rho sin phi ആണ് കേട്ടോ, sin phi cos theta. y is equal to rho sin phi sin theta. z is equal to rho cos phi. Z is equal to rho cos phi. വീഡിയോ ഇപ്പോഴും ലാഗ് ആവുന്നുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻ കൂടി എഴുതി തരാം. ഫൈൻഡ് ഡോ w by ഡോ rho and ഡോ w by ഡോ theta.
Dou W by dou rho and dou W by dou theta. ഫൈയുടെ വേണ്ട കേട്ടോ. രണ്ട് ടേംസ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള. വീഡിയോ ഗെയിം പ്രശ്നമാകുന്നുണ്ടോ മക്കളെ? ക്ലിയർ ആയി തുടങ്ങിയോ? വീഡിയോ ലാഗ് ആവുന്നുണ്ടോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആട്ടോ. 2-3 തവണ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഡിഫറൻസിയേഷൻ വളരെ എളുപ്പത്തിൽ കിട്ടും. ആ ലാസ്റ്റ് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലേ, അവിടെ കുറച്ച് സിംപ്ലിഫിക്കേഷൻ വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഡിഫറൻസിയേഷൻ എല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഗ്രാഫൊക്കെ ഒന്ന് വരച്ചിട്ട് ചെയ്യാം കേട്ടോ. ഏത് വേരിയബിൾസിന്റെ ആണ് ഫംഗ്ഷൻസ് ഉണ്ടാകുന്നതൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. W is a function of x, y and z. Okay. W is a function of x, y, z. X is a function of rho, phi, theta. X is a function of rho, phi, theta. Again, y is a function of rho, phi, theta. Y also function of rho, phi, theta. Z is a function of rho and phi only. Z is a function of rho and phi. So first find dou W by dou rho. Rho എന്നുള്ള വേരിയബിളിലേക്ക് റീച്ച് ചെയ്യാൻ നോക്കി. X എന്നുള്ള അല്ല x വേരിയബിൾ വഴി എത്താം, y എന്നുള്ള വേരിയബിൾ വഴി റീച്ച് ചെയ്യാം, z എന്നുള്ള വേരിയബിൾ വഴി റീച്ച് ചെയ്യാം. സോ 3 ടേംസ് ഉണ്ട്, 3 വേസ് ഉണ്ട് നമുക്ക് റോയിലേക്ക് എത്താം. സോ നിങ്ങൾ എക്സ്പാൻഷൻ ചെയ്യുന്നതിൽ 3 ടേംസ് ഉണ്ടാവണം കേട്ടോ. ഡോ W by ഡോ റോ. ഗ്രാഫൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളാം. ഡോ W by ഡോ റോ. 3 വേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡോ W by ഡോ x into ഡോ x by ഡോ റോ പ്ലസ് ഡോ W by ഡോ y into ഡോ y by ഡോ റോ പ്ലസ് ഡോ W by ഡോ z into ഡോ z by ഡോ റോ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എക്സ്പാൻഷൻ. ഡോ W by ഡോ റോ എന്നുള്ളതിന്റെ ഫോർമുലയാണ് ഈ കിട്ടിയിരിക്കുന്നത്. സോ W എന്നുള്ള ടേമിന് നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യാനുണ്ട്? W എന്നുള്ള ടേമിന് വിത്ത് റെസ്പെക്ട് ടു x, y and z. Okay, then x ന് വിത്ത് റെസ്പെക്ട് ടു റോ, y and z. ആ 3 വേരിയബിൾസിന് again with respect to rho ഡിഫറൻഷിയേറ്റ്. ഡിഫറൻസിയേഷൻ ഞാൻ പറഞ്ഞു വളരെ എളുപ്പത്തിൽ കിട്ടുന്നുള്ളത്. ഞാൻ ഫോർമുല വായിക്കുന്നുണ്ട്. സോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് W വിത്ത് റെസ്പെക്ട് ടു, പാർഷ്യലി ആണ് കേട്ടോ ചെയ്യുന്നത്. ഡിഫറൻഷിയേറ്റിംഗ് W പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു x. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു x എന്ന് ചെയ്യുമ്പോൾ ഏത് കോൺസ്റ്റന്റ് ആണ്? y and z കോൺസ്റ്റന്റ് ആണ്. സോ 2x. Real answer is Anita. Then dou W by dou y. With respect to y le cheyda baaki ella terms in constant. So the answer is 2y. Alle x constant aanu 0 varum, z square constant aanu 0. So y square na matram differentiate cheyda 2y. Then dou W by dou z. With respect to z le differentiate cheyyumbol shraddhikka ഒരു മൈനസ് ആണ്. ബാക്കി എല്ലാ ടേംസും 0 ആണ്. സെറ്റ് സ്ക്വയറിന് മുന്നിൽ ഒരു മൈനസ് ഉണ്ട്, അതുകൂടി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. സോ -2z is the answer. -2z. ഓക്കെ, then അടുത്ത എന്താ കണ്ടുപിടിക്കണ്ടേ? x ന് വിത്ത് റെസ്പെക്ട് ടു റോ, ഡോ x by ഡോ റോ. x ന് വിത്ത് റെസ്പെക്ട് ടു റോ ചെയ്യുമ്പോൾ phi and theta constant ആണ്. ഈ ടേം എല്ലാം കോൺസ്റ്റന്റ് ആണ്. റോനെ വിത്ത് റെസ്പെക്ട് ടു റോയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1.
So the answer is ആദ്യം കോൺസ്റ്റൻസ് മാറ്റി എഴുതാട്ടോ. സൈൻ ഫൈ കോസ് തീറ്റ കോൺസ്റ്റന്റ് ആണ്, മാറ്റി എഴുതി റോനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അതേപോലെ റോ എന്നുള്ള ടേമിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1 into 1 ആണ്. അപ്പൊ എഴുതേണ്ട കാര്യമില്ല. Then ഡോ y by ഡോ റോ. y-നെ വിത്ത് റെസ്പെക്ട് ടു റോയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ടേംസും കോൺസ്റ്റന്റ് ആണ്, മാറ്റി എഴുതി റോന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ദ ആൻസർ ഇസ് sin phi sin theta. sin phi sin theta. എന്തുകൂടി കണ്ടുപിടിക്കാനുണ്ട്? ഡോ z by ഡോ റോ. z-നെ വിത്ത് റെസ്പെക്ട് ടു റോയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ട്. z നോക്കി, റോ cos phi ആണ്, അല്ലെ cos phi കോൺസ്റ്റന്റ് ആണ്. സോ cos phi മാറ്റിയിട്ട് റോനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1. സോ cos phi എന്നുള്ള ടേം ആണ് ആൻസർ. cos phi കഴിഞ്ഞ് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. കുറച്ച് സിംപ്ലിഫിക്കേഷൻ മാത്രം അവിടെ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഡെറിവേറ്റീവ്സ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. എക്സ് സ്ക്വയർ 2x, അതേപോലെ റോ എന്നുള്ള ടേമിന്റെ 1 ആണ്, ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നമുക്കപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തങ്ങ് തുടങ്ങാം. Okay, so dou w by dou rho. ആ വാല്യൂസ് എല്ലാം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? dou w, that is 2x sin phi cos theta plus ആരും ചെയ്യണ്ട, തന്നെ ചെയ്യാൻ ശ്രമിക്കേണ്ട, ഫോർമുലാസ് കുറെ വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് കേട്ടോ. 2y sin phi sin theta, sin phi sin theta minus 2z cos phi, 2z cos phi. ഇത്രയും ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നു ഫൈനൽ ആൻസേഴ്സ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തതോടുകൂടി സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്കറിയാം ഏറ്റവും ലാസ്റ്റ് വരുന്ന വേരിയബിൾസ് ഇവിടെ എന്തായിരുന്നു ആ ഗ്രാഫിൽ? ഫൈ, റോ, ഫൈ, തീറ്റ അല്ലെ? നമ്മുടെ ഫൈനൽ ആൻസേഴ്സ് എല്ലാം തന്നെ ഇൻ ടേംസ് ഓഫ് റോ, ഫൈ ആൻഡ് തീറ്റ, ഈ 3 വേരിയബിൾസിൽ മാത്രമേ കാണാവൂ. ബാക്കി ഏത് വേരിയബിൾസ് അവിടെ കാണാറുണ്ട്? എക്സ്, വൈ, സെഡ് എന്നുള്ള വേരിയബിൾസ് നമ്മുടെ ആൻസറിൽ പാടില്ല. എക്സ്, വൈ, സെഡ്. ഇപ്പൊ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ എക്സ്, വൈ, സെഡ് എന്നുള്ള വേരിയബിൾസ് വരുന്നുണ്ട്. ആ എക്സ്, വൈ, സെഡ് എന്നുള്ള വേരിയബിൾസിനെല്ലാം തിരിച്ച് ആ തന്നിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. എക്സ് ഇസ് ഈക്വൽ ടു, വൈ ഇസ് ഈക്വൽ ടു, സെഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്. അതെല്ലാം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് കൊടുക്കും. ഓക്കെ, എക്സ് എന്താ തന്നിരിക്കുന്നത് നോക്കി, റോ സൈൻ ഫൈ കോസ് തീറ്റ. എക്സിന് പകരം റോ സൈൻ ഫൈ കോസ് തീറ്റ. സോ ആ ടേം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും റോ സൈൻ ഫൈ ഉണ്ട് അല്ലെ, ഓൾറെഡി ഇവിടെ ഒരു സൈൻ ഫൈ ഉണ്ട്, നമ്മുടെ എക്സിലും ഒരു സൈൻ ഫൈന് കൊടുക്കുന്നുണ്ട്. സോ ആ ടേം എന്തായി മാറും? സൈൻ സ്ക്വയർ ഫൈ ആയിട്ട് മാറും. സൈൻ സ്ക്വയർ ഫൈ. ഒരു കോസ് തീറ്റ കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 ഇൻറ്റു വൈ എന്നുള്ള ടേം ഇതേപോലെ തന്നെയാണ്, റോ സൈൻ ഫൈ സൈൻ തീറ്റ. സോ വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കുക, ഈ ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ വരുന്നത് ഇതാണ്, 2 റോ സൈൻ സ്ക്വയർ ഫൈ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, മൈനസ് 2 സെഡ് എന്തായിരുന്നു? റോ കോസ് ഫൈ ആണ്, ഓൾറെഡി അവിടെ ഒരു കോസ് ഫൈ കൂടി ഉണ്ട്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വരുന്നത് ഇതാണ്, കോസ് സ്ക്വയർ. ഇത്രയും ചെയ്തു. കുറച്ച് സിംപ്ലിഫിക്കേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ടേംസ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. കഴിഞ്ഞ ഇതുവരെയൊക്കെ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഈ സിംപ്ലിഫിക്കേഷൻ അധികം മാർക്ക് ഉണ്ടാവില്ല, എങ്കിലും പറ്റാവുന്നവരൊക്കെ ചെയ്ത് തന്നെ നടത്തും. ചില ക്വസ്റ്റിന്റെ മാർക്കിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ സിംപ്ലിഫിക്കേഷന് കൂടി മാർക്ക് കൊടുക്കും. ഓക്കെ, ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ മാർക്ക് ഉണ്ടാവും കേട്ടോ, ഓരോ ടേമിന് ഓരോ മാർക്സ് ഉണ്ടാവും ഞങ്ങൾക്ക്. ഓക്കെ, സോ ഇനി എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാന്നുള്ളത് നോക്കാം. കോമൺ ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഔട്ട്സൈഡ് എടുത്താൽ അങ്ങനെയാണ് ചെയ്യാറ്. ഇവിടെ നോക്കി,
2 rho sin square phi. 2 rho sin square phi. First and second terminum ഈ പറഞ്ഞ കോമൺ ടേം ആണ്. ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ടേം. അത് ഔട്ട്സൈഡ് എടുത്ത് നോക്കാം. So 2 rho sin square phi. കോമൺ ടേം ആണ്. ഔട്ട്സൈഡ് എഴുതിയ റിമൈനിങ് ടേം ഇവിടെ എന്താ വരുന്നത്? cos square theta. Plus ഇവിടെ ഈ ടേം ഔട്ട്സൈഡ് എഴുതിയിട്ടുണ്ട്. So the remaining term is sin square theta. Okay, so cos square theta plus sin square theta minus 2 rho cos square phi. മൂന്ന് ടേംസിൽ കൂടി കോൺസ്റ്റന്റ് ആയിട്ട് കോമൺ ടേം എടുക്കുകയാണെങ്കിൽ 2 റോ എന്നുള്ള ടേം മാത്രമേ ഉണ്ടാവും. ഈ രണ്ട് ടേമിൽ കോമൺ ടേം എടുക്കുകയാണെങ്കിൽ 2 റോ സൈൻ സ്ക്വയർ ഫൈ ഉണ്ട്. അതുകൊണ്ടാണ് രണ്ട് ടേമിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്താ? 1 ആണ് അല്ലേ? അപ്പൊ അടുത്ത ടേമിൽ നമുക്ക് അതിന് വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. So the answer is 2 rho sin square phi minus 2 rho cos square phi. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്തു. Again 2 rho കോൺസ്റ്റന്റ് ആണ്, ഔട്ട്സൈഡ് എടുക്കാം. sin square phi minus cos square. sin square theta plus cos square theta യുടെ വാല്യൂ നിങ്ങൾക്കറിയാം 1 ആണ്. പക്ഷെ sin square phi minus cos square വാല്യൂ ആർക്കെങ്കിലും അറിയും? പറ്റാവുന്നവരൊക്കെ ഇതുവരെയൊക്കെ എങ്കിലും ചെയ്ത് നിർത്താട്ടോ അല്ലെ? മാക്സിമം മാർക്കും കിട്ടും നിങ്ങൾക്ക്. ഇനി 1 sin square phi minus cos square phi minus cos 2 phi. Okay, ഒരു ഫോർമുല ഉണ്ട്, cos square theta minus sin. നമ്മൾ പഠിച്ചിരിക്കുന്ന റിലേഷൻ നിങ്ങൾ ഇതായിരിക്കും. മെയിനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ട്രിഗണോമെട്രിയിൽ സ്റ്റാർട്ടിംഗിൽ പഠിച്ചത് sin square theta plus cos square theta equal to 1 ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ചെറിയ കാര്യമാണെങ്കിലും സൈഡിൽ നോട്ട് ചെയ്യും. ബട്ട് വേറൊരു റിലേഷൻ കൂടി ഉണ്ട്, cos square theta minus sin square theta is equal to എന്താ പഠിച്ചിരിക്കുന്നത്? cos 2 തീറ്റയുടെ ഫോർമുലയാണ്. cos square theta minus sin square theta is equal to cos 2 theta. ഓക്കെ, ഇവിടെ നേരെ തിരിച്ചാ തന്നിരിക്കുന്നു, ഒരു മൈനസ് സൈൻ്റെ വ്യത്യാസം. sin square theta minus cos square theta ഫോർമുല ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു മൈനസ് ഇട്ടിട്ട് cos 2 theta എന്ന് കൊടുക്കും. ഇല്ലെങ്കിൽ മൈനസ് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫോർമുല എന്താവും? cos square phi minus sin square phi. That is cos 2 phi. Okay, so the answer is ഒരു മൈനസ് സൈൻ ഔട്ട്സൈഡ് എടുത്താലും നമ്മുടെ ഫോർമുല കറക്റ്റ് ആവും. 2 rho cos 2 phi. Okay, minus 2 rho cos 2 phi. ഫൈനൽ ആൻസർ ഇത്രയും. മിക്കവാറും ഇവരൊക്കെ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും കേട്ടോ, ഫുൾ മാർക്ക് കിട്ടും. എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ എന്നെ തന്നെ ഞാൻ പഠിക്കും. എപ്പോഴും സിംപ്ലിഫിക്കേഷൻ ഒക്കെ മാക്സിമം ചെയ്ത് തന്നെ എല്ലാവരും പഠിക്കണം കേട്ടോ. സോ minus 2 rho cos 2 phi is the answer. അറിയാത്തവരെ ഫോർമുല നോട്ട് ചെയ്ത് വെച്ചോളൂ. cos square theta minus sin square theta is equal to cos 2 theta. പ്ലസ് ആണ് വരുന്നതെങ്കിൽ വാല്യൂ 1 ആണ്. cos square theta minus sin square theta ആണ് കേട്ടോ cos 2 theta. എന്താ നിയസിന് നാളെ ലീവ് കിട്ടുമോ? അത് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം കേട്ടോ. ഇതിന്റെ ഒരു പാർട്ട് കൂടി ഉണ്ട്, ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ. ഇപ്പൊ നിയസിന് ഇപ്പൊ തന്നെ ഞാൻ പുറത്താക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ ഒന്നുമില്ല. മക്കൾ ഒരു കാര്യം ചെയ്യാം, ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഇതും വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ മക്കളെ വല്ല ലീവ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യും. അത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ലീവാണേലും അത് മക്കളോട് ആദ്യം പറയും. ഓക്കെ,
ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ട് കേട്ടോ. ഇതും ഞാൻ പറഞ്ഞു അഗെയിൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എഫ് ബി എ ഡിഫറൻഷ്യബിൾ. മുന്നത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, ഒരു പാർട്ട് കൂടി ചെയ്യാനുണ്ട്, അത് മക്കൾ ചെയ്ത് നോക്കണം കേട്ടോ. Let f be a differentiable function of 3 variables and suppose that w is equal to function of x minus y, y minus z and z minus x. Okay, ഈ ഫോർമുലയുള്ള ഒരു ടേം ആയിട്ടാണ് തന്നിരിക്കുന്നത്. നോക്കിക്കോളൂ, w is equal to f of x minus y, y minus z and z minus x. Prove that dou w by dou x plus dou w by dou y plus dou w by dou z is equal to 0. ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തതിലൊന്നും എഫ് ഓഫ് എന്നും പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല അല്ലെ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഫംഗ്ഷൻ എന്താന്ന് തരുമായിരുന്നു, ഐദർ സൈൻ എക്സ് പ്ലസ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് സ്ക്വയർ, അതുപോലെയുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇതുവരെയും ചെയ്തത്. പക്ഷെ ഇവിടെ എങ്ങനെ തന്നിരിക്കുന്നു നോക്കി, എഫ് ഓഫ് എക്സ് മൈനസ് വൈ, വൈ മൈനസ് സെഡ് ആൻഡ് സെഡ് മൈനസ് എക്സ്. ഈ ഫോർമുല ടേംസ് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഈ അകത്തുള്ള ടേംസിനൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് കൊടുക്കും. ഏതെങ്കിലും വേരിയബിൾസ് ഇട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് മൈനസ് വൈ, വൈ മൈനസ് സെഡ് ആൻഡ് സെഡ് മൈനസ് എക്സിന് ഓരോ വേരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. യു വിന്നോ അല്ലെങ്കിൽ പി ക്യു ആർന്നോ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഓക്കെ, സോ എക്സ് മൈനസ് വൈക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് പി, വൈ മൈനസ് സെഡിന് ക്യൂ, സെഡ് മൈനസ് എക്സിന് ആർ. ഓക്കെ, അപ്പൊ ഇതെന്തായി മാറി, W is a function of P, Q, R. Okay, ഇനി നമ്മുടെ ചെയിൻ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. എഫ് ഓഫ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളാണ് അവിടെ ഒരു വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. എന്നിട്ട് ചെയ്യുന്നത് ഇതാണ്, എന്താ കിട്ടി, W is a function of, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ P, Q, R, P, Q, R. ഈ ഫോമുല W നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. Again, P is a function of x1, Q is a function of yz, R is a function of zx. മനസ്സിലായപ്പോ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എന്നുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന, ഈ ആപ്പ് ടു നമ്മൾക്ക് പ്രൂവ് ദാറ്റിൽ എന്താ തന്നിരിക്കുന്നത്, ഡോ w ബൈ ഡോ എക്സ് പ്ലസ് ഡോ w ബൈ ഡോ വൈ പ്ലസ് ഡോ w ബൈ ഡോ z ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് ഫൈൻഡ് ഡോ w ബൈ ഡോ എക്സ്, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ, ദെൻ വിത്ത് റെസ്പെക്ട് ടു സെഡിൽ മൂന്ന് ടേംസും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് നോക്കാം, റിസൾട്ട് 0 കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യും. ഓക്കെ, അതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ട, ഫോർമുല അല്ലെ, ഡോ w ബൈ ഡോ എക്സ്. എന്താ ഫോർമുല വരുന്ന നോക്കി, എക്സിലേക്ക് റീച്ച് ചെയ്യാൻ ഏതൊക്കെ വേസ് ഉണ്ട്, പി എന്നുള്ള വേരിയബിൾ വഴി നമുക്ക് റീച്ച് ചെയ്യാം, ആൻഡ് ആർ. ക്യൂ എന്നുള്ളിടത്ത് എക്സ് ഇല്ല കേട്ടോ, അപ്പൊ അത് എഴുതേണ്ട കാര്യമില്ല. ഡോ w ബൈ ഡോ പി ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ w ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. ആ ഫോർമുല അവിടെ എഴുതാം. എല്ലാ വേരിയബിൾസിൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കും. ഓക്കെ, ഡോ w ബൈ ഡോ പി ഒക്കെ വരികയാണെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതണം കേട്ടോ, മാറ്റമൊന്നും ചെയ്യണം. ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ, അപ്പോഴത്തേക്കും അതൊന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ഒരെണ്ണം വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. ഡോ w ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ w ബൈ ഡോ പി ഇൻറ്റു പി ആണ് ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ w ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. ഈ ടേം കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ, W is a function of, ഈ ഫോർമുല തന്നിരിക്കുന്നത്, അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ അങ്ങ് വെക്കും. ഇത് മാറ്റണ്ട, അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആ ടേം അതുപോലെ തന്നെ അങ്ങ് വെക്കും. ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, ഡോ പി ബൈ ഡോ എക്സും കണ്ടുപിടിക്കാം, ഡോ ആർ ബൈ ഡോ എക്സ് എന്നുള്ള ടേം കണ്ടുപിടിക്കാം. ആ രണ്ട് ടേം കണ്ടുപിടിക്കാം, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തങ്ങ് കൊടുക്കും. ഇതുപോലെ മൂന്ന് ടേംസും കണ്ടുപിടിക്കണേ, ഡോ w ബൈ ഡോ എക്സ്, ഡോ വൈ എല്ലാം. ആദർശ്, അജിത്ത് ആബ്സെന്റ്, അഭിരാം,
Ajmal, Akhil Raj, Shaiki, Akshay Krishna, Amita, Anand, Anirudh, Anjana, Pragya, the absent, absent, yeah, Pranaya, Pranaya absent data. Respond ചെയ്യുന്നില്ലല്ലോ ഒന്നും. Prana, Jin, Adik, Shitu, Vijay, Sona absent. Vishal, Vishnu Prakash എന്ത് പറ്റിയാവോ? Vishnu Prakash. Sona, Vishnu Prakash.